السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. صدق الله المولانا العظيم. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ചരിത്രമാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ചൊല്ലി. ബനി ഇസ്രായേൽ അള്ളാഹുൻ്റെ റസൂൽ ചെന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബി ചൊല്ലി. ബനി ഇസ്രായേലിൽ ഒരു വലിയ സൗകാരത്ത്, ഭാരി സമ്പത്തിൻ്റെ സൗകാരവും എല്ലാം എന്താക്കേണ്ടിയിൽ ധാരാളം ചിലവാക്കേണ്ടിയിരുന്നെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട നിലക്ക് എല്ലാവർക്കും ദാനധർമാക്കേണ്ടിയത്. ഭാര്യ ഉദാരിയായിട്ട് അയലും ഒരു കിടാവ് മാത്രം ഇന്നു. പിന്നെ എന്നത്തേൽ മരിച്ചു പോയി ആറ് കിടാവിടെ വിട്ടിട്ടു, കിടാവും പിഞ്ഞിനെ വിട്ടിട്ടു. അങ്ങനെ പിന്നെ എന്നേത്ത് മാപ്പിളുടെ പോലും നല്ല വിശാല മനസ്സ് എല്ലാവരും കൊടുക്കണമെന്ന്. അതുപോലെ മാപ്പിള മരിച്ചു പോയിട്ടല്ലേ, മാപ്പിളയുടെ പേരിൽ ആവുമ്പും ധാരാളം മാപ്പിള ഉണ്ടാക്കി വെച്ചതല്ലേ അല്ല, ധാരാളം ദാനധർമാക്കിയത്, ധാരാളം ദാനധർമ്മ ആക്കിത്ത്. എന്തെങ്കിൽ മാപ്പിളുടെ ആത്മത്തൊക്കെ ചെന്നെങ്കിൽ മാപ്പിളുടെ ആഹ്റ സന്തോഷാവുകയായിട്ട് ആ ധാരാളം ദാനാക്കിത്ത്. പിന്നെന്താക്കിത്ത് ഒരു കിടാവുണ്ടല്ലേ എന്ന് ചെന്നിട്ട് 200 ദിർഹം ബേരം എടുത്തിട്ട് മോണുകായിട്ട് എടുത്ത് വെച്ചിട്ട്, മോണിന്നും ശരിയെന്നും അങ്ങനെ ഇങ്ങനെ വലുതായിട്ട് കുമ്പത്തും കിടാവു ബാപ്പയുടെ പകൽ മുഴട്ടിക്ക് എടുത്ത് ബാപ്പയുടെ ബാപ്പ ഇങ്ങനെ ഇന്ന് ബാപ്പ ബനി ഇസ്രായേൽ വെച്ച് വലിയ പേരും പെരുമയുള്ളൂ, നല്ല ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യന്മാരിൽ അങ്ങനത്തെ ആയിട്ട് നിൻ്റെ ബാപ്പ ഉള്ള സ്വത്തുണ്ടാക്കിയത് ദാനധർമ്മ ഭാര്യയാക്കേണ്ടി. ബാപ്പ പോകുമ്പോഴത്തേക്കും ധാരാളം സ്വത്തെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഞാനെന്താക്കിയ ബാപ്പയുടെ പേരിൽ ബാപ്പാക്കിയതല്ലേ, ബാപ്പയുടെ പേരിൽ ആഹ്റ സന്തോഷം അവിടെ ചെന്നിട്ട് ബാപ്പയുടെ പേരിലുള്ള നാനും ദാനാക്കിയ എന്ന് ചെല്ലാറ് ഉമ്മ ചെല്ലു. അപ്പോൾ ഉമ്മയുടെ കിടാവൊക്കെ എടുത്ത് ബാപ്പയുടെ വാരിസായിട്ട് ബാപ്പയുടെ സ്വത്തായിട്ട് നക്കെന്താട്ട് വെച്ചിരാറ് ഉമ്മ. അപ്പോൾ ഉമ്മ ചെന്ന് ഒക്കെ വെച്ചിര എനിക്ക് എന്തൊരു വെച്ചിരുന്ന 200 ദിർഹം നിക്കായിട്ട് മോണുകായിട്ട് ഞാൻ എടുത്ത് വെച്ചിര എന്ന് ആര് ചെന്നു? ഉമ്മ ചെന്നു. ഇപ്പോൾ ബാലക്കാരായിട്ട് ആറ് മോണു ഉമ്മ ചെന്ന് ഉമ്മ ഞാൻ അതുകൊണ്ട് അള്ളാഹുടോ ആ ഫള് അത് തന്നെ അള്ളാഹുടെ ഔദാര്യ. അള്ളാഹു അതുകൊണ്ട് ഞങ്ങൾ വേണമായതല്ല, ഇനിയും ധാരാളം ദാനധർമാക്കും ഞങ്ങൾ ഭാഗ്യം കിട്ടുമായിട്ട് അതുകൊണ്ട് അതിനെ മധ്യവർത്തിയാക്കിയിട്ട് ഞാൻ അള്ളാഹുടെ ഔദാര്യത്തെ അള്ളാഹുടെ ഫളുടെ ഞാൻ തേടുമ്മ എന്ന് ചെന്നപ്പോൾ ഉമ്മ ഒപ്പിക കൊടുത്തു. അങ്ങനെ 200 ദിർഹം പിടിച്ചിട്ടു അള്ളാഹുടെ ഔദാര്യ അള്ളാഹുടെ ഫള് അതിനെ ഇന്നും പൈസ ആറാക്കും. ഇങ്ങനെ തേടിട്ടു അതിൽ പറുത്തിരിഞ്ഞിത്ത് കുറേ ദൂരം പോകുമ്പോഴത്തേക്കു സുമാർ ദൂരം പോയിട്ട് അവിടെ നോക്കുമ്പോഴത്തൂ ഒരു യത്തീമായ ഒരാൾ മരിച്ചത്. യത്തീം ആറും മനുഷ്യന്മാരും ഇല്ല. അങ്ങനെ ഒരാൾ യത്തീം ചെന്നെങ്കിൽ ആ മനുഷ്യന്മാരില്ലാത്തോ, അതുകൊണ്ട് വലിയ ആൾ മരിച്ചാൽ വലിയ മനുഷ്യൻ. അങ്ങനെ എന്താക്കിത്തെ അതിൻ്റെ മയത്ത് പരിപാലനാക്കൂ വേണമായ എല്ലാ പൈസത്തെ ചിലവാക്കിത്താറ് ഈ ബാലക്കാര കിടാവും. ഈ ബാലക്കാര കിടാവ് എത്ര ചിലവിತ್ತು? 180 ദിർഹം കാലെത്തി. 200 ദിർഹം ഇന്നു 180 ദിർഹമു കാലിയായിട്ട് സന്തോഷമായിട്ട്. കാരണം അള്ളാഹുടെ പുറത്തക്കായിട്ടല്ലേ മയത്തും വീണുമായ എല്ലാ പരിപാലനാക്കിയിട്ട് മയത്തിൻ്റെ ദാനധർമ്മം ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എതിരിൽ വന്ന് അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെ പോയിട്ടുള്ളാറ്? ഞാൻ അള്ളാഹുടെ ഔദാര്യ അള്ളാഹുടെ ഫള് തേടുക ഞാൻ ഇങ്ങനെ പോയിട്ടുള്ളൂ. ഓഹോ അങ്ങനെ നിങ്ങൾക്ക് ഒരു തെറ കാട്ടുക, നിങ്ങൾക്ക് അള്ളാഹുടെ ഫള് ധാരാളം കെട്ടു എന്ന് ആറ് ബന്നയിൽ ചെന്ന് ആവട്ടെ അതേ കിട്ടുകൊണ്ട് ನಾನು ഇങ്ങനെ ಆಗ್ರಹത്തുള്ളൂ. കാരണം മനുഷ്യന്മാർക്കെല്ലാം സഹായക്കാടല്ലേ. നക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് വേണ്ട, നിങ്ങൾക്ക് ഔദാര്യ എത്ര കിട്ടുക അതിൽ പാതി നക്ക് തരണം, പാതി നക്ക് തരണം. ഓഹോ അള്ളാഹു തന്നതിൽ പാതി തരവ് ഞങ്ങൾ എന്തോ ഞങ്ങൾ തണ്ട എന്ന് വാഗ്ദാനാക്കിയത് വചന പാലന. ആറുകാട്ട് ഒരു വചനാക്കിയിട്ട് പിന്നെ അതേപോലെ പാലിക്കണം. അങ്ങനെ അയാൾ ബന്നയിൽ ചെന്ന് നിങ്ങൾ ഇതിൽ പോകുന്ന ഒരു ടൗൺ കാണ്ട് അവിടെ ഒരു പെണ്ണിങ്ങ ഒരു പൂച്ച വിൽക്കോ വെച്ചാൽ പൂച്ച വിൽക്കോ വെച്ചാൽ അത് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ എടുത്തോണം. അതിൽ നിങ്ങൾ എന്താക്കണോ വെച്ചാൽ ಅದಕ್ಕೆ നിങ്ങൾ 20 ദിർഹം കൊടുത്തു നിങ്ങൾ ഉണ്ടല്ലേ, അത് കൊടുത്തിട്ടു നിങ്ങൾ എടുത്തോണം. നിങ്ങൾ എടുത്തോണം. എടുത്തിട്ട് എന്താക്കണോ ಅದರ ಅರ್ಕೊಣು ಅದರಿಂದಾಕೊಣು ತೇಲಿ ಕರ್ಚಿಟ್ಟು ಅದರ ಇದಾಕೊಣು
ഇതിൽ പൂച്ചേര അതിൽ കിട്ടോ ഈ വെണ്ണൂറുണ്ടല്ലേ അത് കരഞ്ഞു പോയതല്ല ഫുള്ള് കരഞ്ഞു പോയാൽ പിന്നെ വെണ്ണൂർ കിട്ടല്ലേ ആ വെണ്ണൂറിനെ മറക്കാണ്ട് കയ്യിൽ പിടിച്ചിടണം പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്താവു അവിടെ ഒരു രാജാവിടെ ഒരു റായ കിട്ടും ആ രാജാവ് കണ്ണ് എന്നുള്ള ദൃഷ്ടിയില്ല അതുകൊണ്ട് ഈ വെണ്ണൂറ അവിടെ കണ്ണിಗೆ കൊടുക്കണു രാജാവ് കണ്ണ് പണ്ട് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആക്കണു എന്ന് ചെന്നാറ് ആ ബന്നു തെരുവിൽ കിട്ടിയോ ആ മനുഷ്യൻ ഈ പാലക്കാരനാക്കിത്ത് സീത നടന്ന് നോക്കൂ രാജാവിടെ പട്ടണം കിടത്ത് രാജാവിടെ അവിടെ കണ്ടെത്ത് കണ്ണില്ല അപ്പോൾ അവിടെ അതായത് രാജാവിടെ കണ്ണ് സുമാറാക്കും എത്രമാൽ ബന്ധാർ കണ്ണ് സുമാറായില്ലെങ്കിൽ എന്താ അവിടെ ചക അപ്പോൾ ചെന്ന് ನಾನು ರಾಜಾವಡ ಕಣ್ಣು ಸುಮಾರಾಕಡೆ ಏನು ಚೆಂತ ಅವಂಗ ಎಂದಾಕ್ಯಾರ ಅವಡ ಶವ ಎಲ್ಲ ಕೊಂಬೈಟ್ಟು ಚತ್ತ ಮನುಷ್ಯನ್ಮಾರ ಕಣ್ಣು ഘാതങ്ങ അവിടെയുള്ള ചകായ വിഷയത്തെ ചകത്തെല്ല കാട്ടിയാറ് ഇങ്ങനെ ആവുക ആശ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോകുക അല്ല നിങ്ങൾക്ക് കണ്ണിൻ്റെ റിപ്പയർ ആക്കിയിട്ട് അങ്ങനെ അവിടെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിന് എന്തൊക്കെ നിങ്ങൾക്ക് പിന്നെ രാജാവിടെ കണ്ണിൻ്റെ കണ്ണ് പറപ്പാട്ടാ എന്ന് അങ്ങ് ചെന്നാറ് അങ്ങനെല്ലാം ശവ നോക്കിയിട്ട് ചിന്തില്ല നങ്ങ കണ്ണ് റിപ്പയർ ആക്കട്ടെ നങ്ങ കണ്ണ് ഉഷാറാക്കട്ടെ അങ്ങനെ രാജാവിടെ എതിരിൽ ഹാജരാക്കിയാറ് രാജാവിടെ എതിരിൽ ആ ബാലക്കാരെ ഹാജരാക്കിയാറ് രാജാവ് കേട്ട നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഉഷാറാക്കണം ഭാഗ്യം ഇതുകൊണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇല്ലേ നിങ്ങൾ ചകാവണം അവിടെ എന്ന് രാജാവ് പോലും ചെന്നാ ഓക്കെ ഞങ്ങൾ എല്ലാത്തുക്കും റെഡി ചെന്നെങ്കിൽ എന്ന് ചെന്ന് അങ്ങനെ രാജാവുടെ കണ്ണിಗೆ ಆ ಉಳ್ಳ ಬೆಣ್ಣೂರ ಇಡಗು ತೆಲ್ಲು ಕೊಡ್ತಿತ್ತು അങ്ങനെ ರಾಜಾವು ಕಣ್ಣಿಗೆ ಇಟ್ಟತ್ತು ನೋಡ್ಕೊಂಬೋದು ತೆಲ್ಲು ದೃಷ್ಟಿ ಕಾಂಡು പാടെ മുറുക്ക് കൊടുത്തു പാടെ ഇട്ടത്ത് പാടി നല്ല പകുതി ഭാഗ ദൃഷ്ടി വന്ന് മൂന്നാമത്തെ വിട്ട കൊടുത്തപ്പോൾ പരിപൂർണ ദൃഷ്ടി രാജാവുക്ക് വന്ന് രാജാവ് ഭയങ്കര സന്തോഷമായിട്ട് ആ ബാലക്കാരെ അറുകി പിടിച്ച് ചെന്ന് നക്കൊരെ ഒരേ ഒരു മോളുള്ളൂ ആ മോൾക്ക് നിങ്ങളെന്താക്കട മങ്ങിലാക്കട നിങ്ങമേന്നുണ്ടോ മർമോണു നിങ്ങമേന്നുണ്ടോ ഇവിടെ ഉള്ള രാജാ ഇതുക്കല്ലോ ನನ್ನ സ്വത്തുകല്ല നിങ്ങമേ ധനി എന്ന് ആര് ചെന്നു ആ രാജാവ് ചെന്നു ഈ ബാലക്കാർക്ക് ഭയങ്കര കൊസിയായിട്ട് അൽഹംദുലില്ലാ മങ്ങിലൊന്നും നടന്നത് അരമനിൽ ഇങ്ങനെ സന്തോഷിക്കുമ്പോഴത്തേക്കും ഉമ്മടെ നെനപ്പായിട്ട് ഉമ്മടെ നോക്കി പറഞ്ഞല്ലേ എന്ന് ചെന്നിട്ട് രാജാവോട് വിഷയം ചെന്നിട്ട് ഇങ്ങനെ ഉമ്മുണ്ട് ഇന്നത്തെ പക്ക എന്നെല്ലാം ചെന്നിട്ട് രാജാവോട് സമ്മത്തോട് കൂടി അതാ പുറത്തായിട്ട് എവിടെയെങ്കിൽ ഉമ്മടെ നോക്കുക അങ്ങനെ ഭർത്താമത്തെ രാജാവ് ധാരാളം സമ്പത്തെല്ലാം കൊടുത്തിട്ട് ആ മൂലം കടത്തിരല്ലേ ആ മർമ്മമുണ്ടാവത്തുക അങ്ങനെ അടുത്ത് പോയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പം ഇവിടെ അവിടെ കിട്ടുന്നതല്ലേ ആറ് അതേ മനുഷ്യ ഹാജരായിട്ട് ನಾನು ആറുകൊണ്ടുണ്ടാ ഇല്ല ನಾನು ನೀವು ವಿಷಯ ಚೆಂದ ಒಂದಿല്ലേ അവിടെ ഒരു പട്ടണ കിട്ടി അവിടെ ഒരു പൂച്ച വിക്കടുള്ള ആൾ അതിനെ ഇതാക്കണം അതിൽ ബെണ്ണൂറാക്കിയിട്ട് രാജാവിടെ കൊടുത്തു ആ ആൾ ನಾನು ಪರಿಚಯ ಇಡ್ತಲ್ಲ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ അപ്പം ഇപ്പം നിങ്ങൾ എന്താക്കിയാറ് നന്നിട്ട് വാഗ്ദാനം ആക്കിയാറ് നിങ്ങൾക്ക് നക്കിട്ടതെല്ല സ്വത്തിൽ പാതി ഭാഗ തണ്ടാണ്ട് അതുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റರು എന്ന് ആ ബന്നയിൽ ചെന്ന് അപ്പോൾ എല്ലാം സ്വത്തിലൊಟ್ಟು ಹೇಳ್ತನ್ನೋ ರಾಜಾವಡ സ്വತ್ತು പാതി ഭാഗ അയാൾ കൊടുത്തു അയാൾ ചെന്ന് ഇന്നും നിങ്ങൾ പൂർത്തി നക്ക് സമ ഓതി വെച്ചിട്ടില്ല അയാൾക്കടുത്ത് എന്തൊരു ഇത് നിങ്ങൾ പെഞ്ഞി കിട്ടില്ലല്ലേ പാതി ഭാഗ ചെന്നല്ലേ അപ്പോൾ ചെന്ന് പെഞ്ഞിരങ്ങനെ പാതി ഭാഗ ಕೊಡು ಅದು ಹೆಂಗಣ ಆಟಾಕಿ ತರನು അപ്പോൾ ഇത് ಗರ್ಗಸ್ಕೊಂಬರು ನಾನು പാതി ನೀವು ಅರ್ಥ ತರಟ್ಟ ഓക്കെ ആറ് ചെന്ന് ബന്നയിൽ ചെന്ന് അങ്ങനെ ഗർഗസും റെഡി ആയിട്ട് പെഞ്ഞിയുടെ ഭാഗാക്കൂ തലക്ക് ഇങ്ങനെ ഗർഗസ് വയ്ക്കുമ്പോൾ അയാൾ ചെന്ന് ഇല്ല നിങ്ങളെ പരീക്ഷാക്കോ അള്ളാഹു കടത്തിരോ നിങ്ങൾ അള്ളാഹുടെ പുറത്തെത്തുകായിട്ട് താക്കോ ചെന്ന പോലെ വാഗ്ദാന പോലെ ഉള്ളാറയിൽ നോക്കുവായിട്ട് ഞാൻ അള്ളാഹുടെ ഭാഗത്ത് വന്നറോ അതുകൊണ്ട് നിങ്ങളെ പെഞ്ഞയുടെ ജണ്ട് പൂർത്തിയാക്കോട് വേണ്ട നിങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷായിട നിങ്ങൾ ഇൻഷാല്ല സന്തോഷത്തോടു കൂടി പോകാം നിങ്ങൾ അള്ളാഹു നന്റെ കടത്തിരോ അള്ളാഹു അതുകൊണ്ട് അള്ളാഹുടെ തൃപ്തി ഇൻഷാല്ല ಅದರ ವೋಲ್ಟೇಜ್ ಇನ್ಶಾಲ್ಲ ಯಾರಾಕರು ಈಮಾನ್ ಇಂಗನೆ ಯಾರಾಕರು നിങ്ങൾ പെഞ്ഞിമുക്ക സന്തോഷിക്കറു എന്ന് ചെന്നുകൊണ്ട് ബന്നു ആരായിട്ടത് അള്ളാഹുടെ മലക്ക് വന്നത് അതായത് അയാൾ ആശീർവാദമാക്കിയിട്ട് അയാളെ കടത്തിയത് സുബ്ഹാനല്ലാ വാഗ്ദാന പാലന ആക്കിയതുകൊണ്ട് ദാനധർമ്മം ആക്കിയതുകൊണ്ട് അയാളെന്തായിട്ട് വലിയ അയലേ ഒരു രാജാവായിട്ട് അപ്പം അതുകൊണ്ട് ദാനധർമ്മം കൊണ്ട് എന്താടു അള്ളാഹു ഇന്നത്ര സമ്പത്തിനെ യാറാക്കൂടല്ലാണ്ട് കൊറടിയാക്കില്ല എന്നുള്ള അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസ് കൂടെ നല്ല ನೆನಪಾಡು ಅಲ್ಲಾಹು ನಮಗೆ ದಾನಧರ್ಮ ಹಾಕೋಗು ವಾಗ್ದಾನ ನೆರವೇಟು ಆರ್ಗಾಡು ವಚನ ಪಾಲನೆ ಹಾಕಿನಟ್ಟೈತೆ ಆರ್ಗಾಡು ಎಂದ್ರಾಟು ವಾಗ್ದಾನ ಹಾಕಿನಟ್ಟೈತೆ ಅದು ನೆರವೇಟು ನಮ್ಮ ಈ ಭಾಗ್ಯ ಉಂಟಾಕ ರಹಮಾನೆ ನಗರ ಈಮಾನ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್
ಈಮಾನ್ದ ವೋಲ್ಟೇಜ್ ಇಲ್ಮಾನ್ದ ಇಂಚಿ ಈಮಾನ್ಗೆ നല്ല ಚಾರ್ಜರ್ ಕೊಟ್ಟು ಅದರ ವೋಲ್ಟೇಜ್ ಆರಾಕು ನಮ್ಮ ನಿಂಗೆ ಭಾಗ್ಯ ಉಂಟಾಕ ರಹಮಾನಿ ಬಿಹಕ್ ಸೀದನಾ ಮುಸ್ತಫಾ ಮುಹಮ್ಮದಿನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬರ್ಹಮತಿಕ ಯಾ ಅರ್ಹಮರ್ ರಾಹಿಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.